ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകർ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ, മേരാ സാഥി. ദെൻ ഐ വിൽ ഗിവ് യു മൈ ക്ലാസ്സസ് ആസ് യൂഷ്വൽ. ദെൻ ഐ തിങ്ക് ഐ ഗാവ് യു ദി സെൻറ്റൻസസ്, എൻ്റെ വാചകങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ദർ ആർ 4 kinds of sentences used in English language. ചാർക്കഥ വാക്യം used in English. അത് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് അസേർട്ടീവ് സെൻറ്റൻസ്. ഫസ്റ്റ് വൺ അസേർട്ടീവ്. അപ്പോൾ അസേർട്ടീവ് മീൻസ് ഇറ്റ്സ് നോട്ട് എ ടെൽ യു, ഇറ്റ്സ് ഇൻ വിൽ, ഇറ്റ്സ് എൻ ആപ്ലിക്കേഷൻ, നോട്ട് ആപ്ലിക്കേഷൻ. നമ്മൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും പറയും, ഒരു റിക്വസ്റ്റ് അല്ല, നമ്മൾ എന്തെങ്കിലും സാധാരണ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ദി റിയൽ വേർഡ്, സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ പറയും ഹീ ഈസ് എ പ്ലെയർ, ഷീ ഈസ് എ ഫേമസ് സിംഗർ, ലൈക്ക് ദാറ്റ് അല്ലേ? അതാണ് അസേർട്ടീവ്. അതിനെ മറ്റൊരു പേരുണ്ട് കേട്ടോ, ഇൻഫോർമേറ്റീവ് എന്ന് പറയും. ഇൻഫോർമേറ്റീവ് സെൻറ്റൻസ്. ബോത്ത് ആർ ലൈക്ക്. ദെൻ സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു, അസേർട്ടീവ് പറഞ്ഞു. ദെൻ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആർ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ എന്ത് ചോദ്യങ്ങളും വരികയാണെങ്കിൽ ഇൻറ്ററോഗേറ്റീവിൽ വരും. വാട്ട് ഈസ് യുവർ നെയിം, വെർ ആർ യു ലിവിങ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ പോകുന്നു, അത് ഇൻറ്ററോഗേറ്റീവ്. സെക്കൻഡ് വൺ. ദെൻ ഇംപാരേറ്റീവ്. ഇംപാരേറ്റീവ് 3 kinds of sentences there. 3 തരം വാചകങ്ങളുണ്ട് ഇംപാരേറ്റീവ്. അത് നമുക്ക് പറയാം, റിക്വസ്റ്റ് വരാം, കമാൻഡ് വരാം, അല്ലേ? 2-3 തരം റിക്വസ്റ്റ്, അല്ലേ? ഫസ്റ്റ് വൺ റിക്വസ്റ്റ് ആൻഡ് കമാൻഡ്. ദെൻ വിഷസ് ആൻഡ് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അതിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറയുന്നപ്പോൾ പറയാം. ഇംപാരേറ്റീവിൽ കമാൻഡ്, ക്ലോസ് ദി ഡോർ, അല്ലേ? ഇറ്റ്സ് എ കമാൻഡ്. നമുക്ക് സാധാരണ എന്തെങ്കിലും പറയാം. അതുപോലെ ഇപ്പോൾ നമ്മൾ റിക്വസ്റ്റ് പറയാം, പ്ലീസ് കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ, അല്ലേ? പ്ലീസ് കം വിത്ത് മീ. അപ്പോൾ അത് അങ്ങനെയും പറയാം. ദെൻ തേർഡ് വൺ വിഷസ്, ഹാപ്പി, മേ ബി ലോങ് വിത്ത് പറയാം, അല്ലേ? വിത്ത് ഗോഡ്. ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ടുപോകണം പോയി. ദെൻ തേർഡ് വൺ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, തേർഡ്. ദെൻ ഫോർത്ത് വൺ ഈസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മളെന്താ പറയാൻ, വാട്ടായിട്ടുള്ളതായിട്ടാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അതിശയങ്ങൾ ഇതൊക്കെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് എക്സ്ക്ലമേറ്ററി, അല്ലേ? ഹൗ ഹീസ് എ പ്ലെയർ, ഹൗ ഷീസ് സോ എന്നൊക്കെ പറയും. വാട്ട് എ ഷോട്ട് ദാറ്റ് ഈസ്. നമ്മൾ പറയും കളിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്ക്ലമേറ്ററിയിൽ വരുന്നത്. Then you will watch it. Then I think so it's very useful for your father if you are a student or another guys. It's very useful for your further future. Anyway, then I will meet you in my long video. Then don't forget watch my channels, my YouTube link Step Up with English, Prakash TK Menon. Subscribe it, otherwise you can get the continuation of the classes. Then Facebook my link Step Up with English 108 XUniart. Okay. Then Instagram my link Prakash TK 7. It's also following and share. Then see you in my long video. Okay then. I'm not well. I'm cold and fever. That's all. Okay then. Carry on. Okay then.